ഫ്രണ്ട്സ്, വിൻഡോജുവിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദനൻ എം പി. കേരള PSCയുടെ എല്ലാ എക്സാമുകൾക്കുമുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകളാണ്. അപ്പോൾ അതിൽ നമ്മൾ പ്രധാനമായും ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ് ആണ്. എന്താ ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്? വളരെ സിമ്പിളാണ്. നമ്മൾ വിചാരിക്കുന്ന അത്ര പ്രയാസമുള്ള ഒന്നല്ല ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസ്. കൃത്യമായിട്ട് അതിൻ്റെ റൂൾ അറിഞ്ഞാൽ നമുക്ക് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്കും പാസീവിൽ നിന്ന് ആക്റ്റീവിലേക്ക് മാറ്റാനാണ് സാധാരണ ചോദ്യങ്ങൾ വരിക. ഇപ്പോൾ ഇവിടെ നോക്കൂ, ദ ഹണ്ടർ കിൽഡ് ദ ലയൺ. ഇത് ആക്റ്റീവ് വോയിസ് ആണ്. എന്തുകൊണ്ടാണ് ഇത് ആക്റ്റീവ് വോയിസ് ആവുന്നത്? ഇത് ആക്റ്റീവ് വോയിസ് ആവാനുള്ള കാരണം ഇവിടുത്തെ വെർബ് ഏതാ? ഇവിടുത്തെ വെർബ് കിൽഡ് എന്നാണ്. ആ വെർബ് എന്ന് പറഞ്ഞാൽ ഒരു ആക്ഷൻ വേർഡ്. ആ ആക്ഷൻ വേർഡ് പെർഫോം ചെയ്യുന്നത് ആരാ? ഹണ്ടറാണ്, വേട്ടക്കാരനാണ് കൊന്നത്. അത് പെർഫോം ചെയ്യുന്ന ആളാണ്, അയാളാണ് ആ ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. അങ്ങനെ ആ ആക്ഷൻ പെർഫോം ചെയ്യുന്ന ആളെ വെച്ച് തുടങ്ങുമ്പോൾ അത് ആക്റ്റീവ് വോയിസ്. ദ ഹണ്ടർ കിൽഡ് ദ ലയൺ. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇവിടെ ഹണ്ടറാണ് ആ ആക്ഷൻ ചെയ്യുന്നത്. എന്നാൽ ആക്ഷന് വിധേയനായതാരാ? ലയണാണ്. ആ ലയണെ വെച്ച് തുടങ്ങുമ്പോൾ, ആക്ഷന് വിധേയമായതിനെ വെച്ച് തുടങ്ങുമ്പോൾ പാസീവായി. അപ്പോൾ ദ ലയൺ, ചെറിയൊരു വ്യത്യാസം എവിടെ വരുന്നുള്ളൂ, കിൽഡ് എന്നുള്ളത് വാസ് കിൽഡായി മാറി. ദ ലയൺ വാസ് കിൽഡ് ബൈ ദ ഹണ്ടർ. സിമ്പിളാണ്. അപ്പോൾ സബ്ജക്റ്റ് എന്തായി മാറുന്നു? ഒബ്ജക്റ്റിൻ്റെ സ്ഥാനത്തേക്ക് പോകുന്നു. ഒബ്ജക്റ്റ് കയറി ആദ്യത്തേലേക്ക് വരുന്നു. ഇത്രയേ ഉള്ളൂ. പിന്നെ കിൽഡ് എങ്ങനെ വാസ് കിൽഡ് ആവുന്നു? ആ റൂളും കൂടിയും പഠിച്ചു കഴിഞ്ഞാൽ ആക്റ്റീവും പാസീവും നമ്മുടെ അടുത്ത് പോകും. ഇപ്പോൾ നോക്കൂ, സംവൺ ഹാസ് ക്ലീൻഡ് ദ വിൻഡോസ്. ആരോ നമ്മുടെ വിൻഡോസ് ക്ലീൻ ചെയ്തു, അല്ലെങ്കിൽ അവിടുത്തെ ആരോ ചേർന്ന ആ വിൻഡോസ് എന്ത് ചെയ്തിട്ടുണ്ട്? ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഹാസ് ക്ലീൻഡ് ആണ് വെർബ്. അത് ചെയ്ത ആളെ നമുക്കറിയില്ല, പ്രത്യേകം അറിയില്ല, പക്ഷെ സംവൺ ആണ്, ആരോ ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അവിടെ ക്ലീൻഡ് എന്നുള്ള വെർബിന് വിധേയമായത് ഏതാണ്? വിൻഡോസ് ആണ്. ആ വിൻഡോസ് വെച്ച് തുടങ്ങുന്നു. അപ്പോൾ ദ വിൻഡോസ്. ആ ഹാസ് ക്ലീൻഡ് എന്നുള്ളത് ഹാവ് ബീൻ ക്ലീൻഡ് ആയി. ബൈ സംവൺ എന്ന് പറയാം. അത് ആരാണെന്ന് അറിയാത്തതുകൊണ്ട് ബൈ സംവൺ എന്ന് പറയണില്ല. അപ്പം അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് വെർബുകൾ മാറ്റം വരുന്നത് എന്നും കൂടി നമുക്ക് നോക്കാം. വെർബുകൾക്ക് വരുന്ന മാറ്റവും കൂടി പഠിച്ചാൽ നമുക്ക് ആക്റ്റീവ് ആൻഡ് പാസീവ് നമ്മുടെ കയ്യിൽ പോരും. ഇപ്പം സിമ്പിൾ പ്രസൻറ്റ്, നിങ്ങൾ ആ ടെൻസ് ഒന്നും ഓർത്ത് വെക്കേണ്ട. വെർബിൻ്റെ V1 S ഫോമോ ആണെങ്കിൽ, എന്താ വെർബിൻ്റെ V1 S ഫോമോ എന്ന് പറയുന്നത്? ഒരു വെർബിനെ സംബന്ധിച്ചിടത്തോളം ആ വെർബിന് 5 ഫോമുകളുണ്ട് സാധാരണയായി. വെർബിന് എത്ര ഫോമുകളുണ്ട്? 5 ഫോമുകളുണ്ട്. ഇപ്പം റൈറ്റ് എന്ന് എടുക്കുക. റൈറ്റ് എന്നുള്ള വെർബിനെ എടുത്തു കഴിഞ്ഞാൽ റൈറ്റ് ആണ് ആദ്യത്തെ ഫോം. ഇതിനെ ബേസ് ഫോം അല്ലെങ്കിൽ V1 ഫോം എന്ന് പറയും. അടുത്ത ഫോം എന്ന് പറഞ്ഞാൽ റോട്ട് ആണ്. ഇത് V2 എന്ന് പറഞ്ഞോളൂ. അതിൻ്റെ അടുത്തത് റിട്ടൺ ആണ്. അത് V3 എന്ന് പറയും. ഇനി അതിൻ്റെ ഒരു S ഫോം, അത് റൈറ്റ്സ്. അത് കഴിഞ്ഞാൽ ING ഫോം, റൈറ്റി. ഇതാണ് ഒരു വെർബിൻ്റെ 5 ഫോം. ഓക്കെ. ഇപ്പം സെല്ലാണെങ്കിൽ സെല്ല് ഫസ്റ്റ് ഫോം, സോൾഡ് സെക്കൻഡ് ഫോം, സോൾഡ് തേർഡ് ഫോം, സെൽസ് S ഫോം, സെല്ലിംഗ് ING ഫോം. ഇതൊക്കെ ഇറഗുലർ വെർബാണ്. സാധാരണ ED ചേർത്തിട്ടാണ് നമ്മൾ എന്തുണ്ടാക്കുക? ഈ പാസ്റ്റും പാസ്റ്റ് പാർട്ടിസിപ്പിളൊക്കെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ V1 V2 V3 ഉണ്ടാക്കുക. അപ്പോൾ പ്ലേ നോക്കൂ. പ്ലേ, പ്ലേയിഡ്, പ്ലേയിഡ്. ഇനി S ഫോം ചേർത്താൽ പ്ലേസ് ആയി, ING ഫോം ചേർത്താൽ പ്ലേയിങ് ആയി. ഇപ്പോൾ സാധാരണ വെർബുകൾക്കൊക്കെ 5 ഫോമാണ്. പക്ഷെ B എന്നുള്ള വെർബിന് ഒരുപാട് ഫോം ഉണ്ട്. ഇത് കൂടാതെയും B എന്നുള്ള വെർബിൻ്റെ ഫോമാണ് നമ്മൾ ഈ കാണുന്ന ഈസ്, ആം, ആറ്, വാസ്, വേറ്, അതുപോലെ തന്നെ ബീയിങ്, ബീൻ. ഇതൊക്കെ B എന്നുള്ള വെർബിൻ്റെ ഫോമാണ്. ബാക്കി എല്ലാ വെർബുകൾക്കും സാധാരണയായിട്ട് എത്ര ഫോമുകളാണുള്ളത്? 5 ഫോമുകളാണുള്ളത്. അത്രയും ഭാഗം ക്ലിയർ ആയല്ലോ നിങ്ങൾക്ക്? ഇനി നമുക്കിതിൽ എങ്ങനെയാണ് ആക്റ്റീവിൽ നിന്നും പാസീവിലേക്ക് പോകുമ്പോൾ
റൂളിൽ ചേഞ്ച് വരുന്നത്. V1 അഥവാ എസ് ഫോം മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അപ്പം ഇവിടെ ഷീ റൈറ്റ്സ് എ ലെറ്റർ. ആ ഷീ റൈറ്റ്സ് എ ലെറ്ററിലെ വെർബ് ഏതാ? ഇത് പാസീവാണോ ആക്റ്റീവാണോ? ആക്റ്റീവാണ്. കാരണം ആരാ കത്തെഴുതുന്നത്? അവളാണ്. ആ ആക്ഷൻ പെർഫോം ചെയ്യുന്ന ആളെ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ഷീ റൈറ്റ്സ് എ ലെറ്റർ അവിടെ എസ് ഫോം ആണ്. എസ് ഫോമോ V1 ഫോമോ വന്നാൽ, എസ് ഫോമോ V1 ഫോമോ വന്നാൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? പാസീവിലേക്ക് ഇതാണ് ആക്റ്റീവ് വോയിസിൽ V1 ഓർ എസ് ഫോം വന്നാൽ പാസീവിലേക്ക് പോകുമ്പോൾ നിങ്ങൾ ആം, ഈസ്, ആർ ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്കണം. V1 ഓ എസ് ഫോമോ വന്നാൽ അതിൽ നിന്ന് ആം, ഈസ്, ആർ ഇതിൽ ഏതെങ്കിലും ഒന്നെടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? പാസീവ് വോയിസ് ഉണ്ടാക്കുക. അപ്പൊ ഷീ റൈറ്റ്സ് എ ലെറ്റർ. നമുക്കറിയാം ഇവിടെ ഷീ ആണ് ആക്ഷൻ പെർഫോം ചെയ്യുന്നത്. പാസീവ് തുടങ്ങുമ്പോൾ എ ലെറ്റർ വെച്ച് തുടങ്ങണം. എ ലെറ്റർ. ഇനി ഇതിലെ ഈസ്, ആം, ഈസ്, ആർ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കണം. എ ലെറ്ററിന് അനുയോജ്യമായതാണ് തിരഞ്ഞെടുക്കേണ്ടത്. ആം, ഈസ്, ആറിൽ എ ലെറ്റർ. അല്ലാതെ ഇവിടെ വന്നതല്ല നോക്കേണ്ടത്. ആ ലെറ്ററിന് അനുയോജ്യമായ ഈസ്, ആം, ആറിൽ എന്താണ്? എ ലെറ്റർ എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്. അതുകൊണ്ട് ആറ് പറ്റില്ല. ഐഡൊപ്പാണ് ആം ഉപയോഗിക്കുക. അതുകൊണ്ട് ആമും പറ്റില്ല. എ ലെറ്ററിൻ്റെ ഒപ്പം സിംഗുലറേ പറ്റുള്ളൂ. അപ്പം ഈസ്. ഇനി അടുത്തത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പാസീവ് വോയിസിൽ വെർബിൻ്റെ തേർഡ് ഫോമേ വരുള്ളൂ. വേറൊരു ഫോമും വരില്ല. ഇപ്പം റൈറ്റിൻ്റെ ഫസ്റ്റ് ഫോം റൈറ്റ് ആണ്, സെക്കൻഡ് ഫോം റോട്ട് ആണ്, തേർഡ് ഫോം എന്താണ്? റിട്ടൺ ആണ്. അപ്പോൾ എ ലെറ്റർ ആം, ഈസ്, ആർ കൊടുത്തു. അതിൽ ഈസ് ആണ് വന്നത്. അത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറഞ്ഞാൽ V3 ഫോം. റിട്ടൺ. ഇനി ബൈ സബ്ജക്റ്റ് ഏതായിരുന്നു ഇവിടെ? സബ്ജക്റ്റ് ഷീ ആണ്. ബൈ വരുമ്പോൾ അത് ഒബ്ജക്റ്റീവിൻ്റെ സ്ഥാനത്ത് വരുമ്പോൾ ഷീ എന്നുള്ളത് ഹെറായി മാറും. അതായത് ഹീ എന്നുള്ളത് സബ്ജക്റ്റിൻ്റെ ഭാഗത്ത് നിൽക്കുമ്പോൾ ഒബ്ജക്റ്റിൻ്റെ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഹിമ്മായിട്ട് മാറും. ഷീ എന്തായിട്ട് മാറും? ഹെർ എന്നായിട്ട് മാറും. വി എന്തായിട്ട് മാറും? അസ് ആയിട്ട് മാറും. ഐ എന്തായിട്ട് മാറും? മീ ആയിട്ട് മാറും. ആ ഒരു വ്യത്യാസം കൂടി വന്നാൽ അവിടെ നമുക്ക് ക്ലിയറായി. ആക്റ്റീവ് എന്താണ്, പാസീവ് എന്താണെന്ന് ക്ലിയറായി. ഇതിപ്പോൾ ദേ റൈറ്റ് എ ലെറ്റർ. ദേ, അപ്പോൾ അവിടെ റൈറ്റ് ആണ് വരിക. അവിടെ എന്തോ ആയിക്കോട്ടെ, ദേ റൈറ്റ് എ ലെറ്റർ ആയിക്കോട്ടെ, നമ്മൾ എ ലെറ്റർ V1 ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടെ എസ് ഫോം അല്ല വന്നിട്ടുള്ളത്. കാരണം ദേ പ്ലൂരൽ ആയതുകൊണ്ട് നമ്മൾ എസ് ഫോം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അവിടെ V1 ഫോമും എസ് ഫോമും വന്നാൽ നിങ്ങൾ എന്തെന്നെ കൊടുക്കേണ്ടത്? എ ലെറ്റർ ഈസ്. കാരണം ലെറ്ററിനോട് ഈ ഈസ്, ആം, ആറിൽ ഏതെങ്കിലും ഒന്നാ തിരഞ്ഞെടുക്കേണ്ടത്. റിട്ടൺ ബൈ ഹെർ എന്നുള്ളതിന് പകരം ബൈ ദേ എന്നുള്ളത് ദം ആയിട്ട് മാറും. ബൈ ദം എന്നായിട്ട് മാറും. ഇത്ര സിമ്പിളാണ്. നമുക്ക് ഇതിൽ നിന്നുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആദ്യം ഇതൊന്ന് പഠിച്ചു കഴിഞ്ഞതിന് ശേഷം. ഇനി V1 ഫോമും എസ് ഫോമും വന്നാൽ, V2 ഫോം വന്നാലോ? ഇപ്പോൾ പെയിന്റ് എന്നുള്ള വർക്ക്, ഇവിടുത്തെ വെർബ് ഏതാ? പെയിന്റ് ആണ്. ഈ തന്നിട്ടുള്ള എക്സാമ്പിളിൽ പെയിന്റ് എന്താണ് വെർബ്? ആ പെയിന്റിന്റെ സെക്കൻഡ് ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പെയിന്റ്, പെയിന്റഡ്, പെയിന്റഡ്. അതിൽ സെക്കൻഡ് ഫോമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ V2 ഫോമാണ് വന്നിട്ടുള്ളത്. V2 ഫോം വന്നാൽ, V1 ഫോം വന്നാൽ ഈസ്, ആം, ആർ ആണെങ്കിൽ നമുക്കറിയാലോ V2 എന്ന് പറയുന്നത് അതിന്റെ പാസ്റ്റ് ഫോം ആണല്ലോ. അപ്പോൾ വാസും വേറും ആണല്ലോ വരിക. വാസോ വേറോ ഇതിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക. അതപ്പോൾ ദ ഹൗസ് വെച്ചിട്ടാണ് നമുക്ക് തുടങ്ങേണ്ടത്. ദ ഹൗസ് സിംഗുലർ ആണ്. ഇപ്പോൾ വാസും വേറിലും നമുക്ക് എന്തെന്നെ എടുക്കാൻ പറ്റുള്ളൂ? വാസ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. ദ ഹൗസ് വാസ്. ഇനി വെർബിൻ്റെ തേർഡ് ഫോം. പാസീവ് വോയിസിൽ എപ്പോഴും വെർബിൻ്റെ തേർഡ് ഫോമേ വരുള്ളൂ. ആക്റ്റീവ് വോയിസിൽ ഈ വെർബിൻ്റെ 5 ഫോമും വരും. പക്ഷെ പാസീവ് വോയിസിൽ വെർബിൻ്റെ തേർഡ് ഫോമേ വരുള്ളൂ. അപ്പം ദ ഹൗസ് വാസ്. പെയിന്റ് എന്നുള്ളത് പെയിന്റഡ് ആയി. പെയിന്റഡ് എന്നുള്ളത് സെക്കൻഡ് ഫോമും തേർഡ് ഫോമും പെയിന്റഡ് ആണ്. ദ ഹൗസ് വാസ് പെയിന്റഡ്. ഇനി സബ്ജക്റ്റ് ആ ഒബ്ജക്റ്റിന്റെ സ്ഥാനത്തേക്ക് വരണം. അപ്പൊ അവിടെ ബൈ ഹി എന്നുള്ളത് എന്തായി മാറി? ഹിമ്മായിട്ട് മാറി. അപ്പൊ V1 വന്നാൽ ഈസ്, ആം, ആറ്. എസ് ഫോമും വന്നാൽ. V2 വന്നാൽ വാസ്, വേർ. ഇവിടെയൊക്കെ വെർബിന്റെ ഒപ്പം ഒരു ഹെൽപ്പിംഗ് വെർബും വന്നിട്ടില്ല. ഏതാ ഹെൽപ്പിംഗ് വെർബ്? ഈസ്, ആം, ആർ, വാസ്, വേർ, ഹാസ്, ഹാവ്, ഹാഡ്, വില്ല്, ഷാള് തുടങ്ങിയവയാണ് ഹെൽപ്പിംഗ് വെർബ്. ഇങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് വെർബും ഈ സെന്റൻസുകളിൽ ആക്റ്റീവ് വോയിസിൽ വന്നിട്ടില്ല. അങ്ങനത്തെ ഹെൽപ്പിംഗ് വെർബും ഒരു മെയിൻ വെർബും വന്നാലോ? ഇപ്പം നമുക്ക് നോക്കാം അങ്ങനത്തെ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും വരുന്ന സന്ദർഭങ്ങളിൽ എന്താണ് വരിക എന്നുള്ളത്.
ദേ വിൽ ബേക്ക് എ കേക്ക്. ഇവിടെ ബേക്ക് ആണ് വെർബ്. അതിൻ്റെ ഒപ്പം വെറും വെർബല്ല വന്നിട്ടുള്ളത്, വില്ലും കൂടി വന്നിട്ടുണ്ട്. ഇങ്ങനെ വില്ലും ഷാളും വന്നാൽ എന്താ സംഭവിക്കുക? അതായത് ഇവിടെ ആക്റ്റീവ് വോയിസിൽ വില്ലും വന്നിട്ടുണ്ട്, ഒരു ഹെൽപ്പിംഗ് വെർബ്, വിൽ ഷാൾ തുടങ്ങിയിട്ടുള്ള ഹെൽപ്പിംഗ് വെർബും, അതുപോലെ തന്നെ എന്തും വന്നിട്ടുണ്ട്, ഒരു വെർബും വന്നിട്ടുണ്ട്. വില്ലിൻ്റെയും ഷാളിൻ്റെയും ഒപ്പം ആക്റ്റീവ് വോയിസിൽ എപ്പോഴും V1 ഫോമാണ് വരിക. അത് നിങ്ങൾ ഓർത്തിരിക്കുന്ന നന്ന്. ഇവിടെ ഈ ആക്റ്റീവും പാസീവും ആക്കുമ്പോൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാരണം പാസീവ് വോയിസ് എപ്പോഴും തേർഡ് ഫോം ആയിരിക്കും. പക്ഷെ വില്ലും ഷാളിൻ്റെയും ഒപ്പം ആക്റ്റീവ് വോയിസിൽ V1 ഫോമാണ് വരിക. അല്ലാതെ ദേ വിൽ ബേക്സ് എന്നോ ദേ വിൽ ബേക്ക്ഡ് എന്നോ ഒന്നും ആക്റ്റീവ് വോയിസിൽ വരില്ല. വില്ലിൻ്റെയും ഷാളിൻ്റെയും ഒപ്പം ഇപ്പോഴും സെൻറ്റൻസ് കറക്ഷനിലൊക്കെ ഓർത്തിരിക്കുന്നത് നല്ലതാണ്. ഇപ്പം വിൽ ബേക്ക് എ കേക്ക് എന്നുള്ളിടത്ത് ഈ വില്ലും ഷാളും വന്നാൽ അവിടെ ഒരു ബി അതിനിടയിലാണ്ട് കൊടുത്താൽ മതി. പിന്നെ നമുക്കറിയാം പാസീവ് വോയിസിൽ എപ്പോഴും എന്താ വരിക? തേർഡ് ഫോം ഓഫ് ദ വെർബ്. അപ്പം വില്ലും ഷാളും വന്നാൽ ബി ചേർക്കുക, ഹെൽപ്പിംഗ് വെർബായിട്ട് വരുമ്പോൾ കേട്ടോ. അതേപോലെ തന്നെ ആം, ഈസ്, ആർ, വാസ്, വേർ, ഇത് എന്തിൽ വന്നു? ആക്റ്റീവ് വോയിസിൽ വന്നു എന്ന് വിചാരിച്ചോളൂ. വില്ലും ഷാളും വന്നാൽ ബി ചേർക്കാൻ പറഞ്ഞില്ലേ? ആമും ഈസും ആറും വാസും വേറും വന്നാൽ, ഇപ്പം ഇവിടെ നോക്കൂ, ഇവിടെ ഈസാണ് വന്നിട്ടുള്ളത്. അതിന് പകരം ആം വന്നാലോ ആർ വന്നാലോ വാസ് വന്നാലോ വേർ വന്നാലോ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഒപ്പം അവിടെ മെയിൻ വെർബ് വന്നിട്ടുണ്ട്, ING ഫോം ഓഫ് ദ വെർബ് ആയിരിക്കും. അതായത് ആക്റ്റീവ് വോയിസിൽ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ വില്ലും ഷാളിൻ്റെയും ഒപ്പം V1 ഫോം ഓഫ് ദ വെർബ് അല്ലേ വരിക. എന്നാൽ ആക്റ്റീവ് വോയിസിൽ ആം, ഈസ്, ആർ, വാസ്, വേർ ഹെൽപ്പിംഗ് വെർബായിട്ട് വന്നാൽ അതിൻ്റെ ഒപ്പം ING ഫോമാണ് വരിക. അങ്ങനെ ഈ ആം, ഈസ്, ആർ, വാസ്, വേർ അത് വന്നു കഴിഞ്ഞാൽ പാസീവ് വോയിസിൽ നിങ്ങൾ അതിനിടയിൽ ഇപ്പോൾ ഷീ ഈസ് റീഡിങ് എ ബുക്ക്, അവിടെ തേർഡ് ഫോം ഓഫ് ദ റീഡ് എന്നുള്ള വെർബിൻ്റെ റെഡ് എന്നുള്ള തന്നെയാണ് തേർഡ് ഫോമും റീഡ് READ തന്നെ വരിക. അപ്പോൾ എ ബുക്ക് ഈസ് ബീയിങ് റീഡ് എന്ന് പറഞ്ഞാൽ ആം, ഈസ്, ആർ, വാസ്, വേർ ഹെൽപ്പിംഗ് വെർബായി വന്നാൽ ആ ഹെൽപ്പിംഗ് വെർബിനും മെയിൻ വെർബിനും ഇടയിൽ നിങ്ങൾ ബീയിങ് ചേർക്കണം. വില്ലും ഷാളും വന്നാലോ ബി ചേർക്കണം. അത്ര സിമ്പിളാ. ഇതേപോലെ അത് ഹാസും ഹാവും ഹാഡും വന്നാലോ, ഇപ്പോൾ ദേ ഹാവ് ഈറ്റൻ ദ ഡിന്നർ. എപ്പോഴും ആലോചിച്ചോളൂ, ഞാൻ നേരത്തെ പറഞ്ഞു ആക്റ്റീവ് വോയിസിൽ വില്ലും ഷാളും വന്നാൽ വെർബിൻ്റെ V1 ഫോമേ വരുള്ളൂ. ആക്റ്റീവ് വോയിസിൽ ഈസ്, ആം, ആർ, വാസ്, വേർ വന്നു കഴിഞ്ഞാൽ വെർബിൻ്റെ ING ഫോമേ വരുള്ളൂ. പക്ഷേ പാസീവ് വോയിസിലൊക്കെ V3 ഫോം ആയിരിക്കും. വില്ലും ഷാളും വന്നാൽ ബി ചേർക്കുക, എന്നിട്ട് എന്ത് ചേർക്കുക? V3 ഫോം ചേർക്കുക. ആം, ഈസ്, ആർ, വാസ്, വേർ വന്നു കഴിഞ്ഞാൽ അതിനുശേഷം ബീയിങ് ചേർക്കുക, എന്നിട്ട് എന്ത് ഫോം ചേർക്കുക? V3 ഫോം ചേർക്കുക. ഇപ്പൊ ഇവിടെ ദേ ഹാവ് ഈറ്റൻ ഡിന്നർ, അവിടെ ഹാസോ ഹാവോ ഹാഡോ വന്നാൽ എപ്പോഴും ആക്റ്റീവ് വോയിസിൽ V3 ഫോം ഓഫ് ദ വെർബേ വരുള്ളൂ, ഹാസും ഹാവും ഹാഡിൻ്റെ ഒപ്പം. പാസീവ് വോയിസിൽ എങ്ങനെയായാലും V3 ഫോം, ആര് വന്നാലും V3 ഫോം. അപ്പൊ ദേ ഹാവ് ഈറ്റൻ ഡിന്നർ എന്നുള്ളിടത്ത് നിങ്ങൾ ബീൻ ആണ് ചേർക്കേണ്ടത്. കണ്ടോ? അവിടെ ഹാസ് ഈറ്റൻ വന്നത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഹാസ്, ഹാവ് ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. അപ്പം ഡിന്നറിൻ്റെ ഒപ്പം നമ്മളിവിടെ ഹാവ് ആണ് വന്നിട്ടുള്ളത്, പ്രസന്റ് ടെൻസ് ആണ്. ഡിന്നർ അൺകൗണ്ടബിൾ നൗൺ ആണ്. അൺകൗണ്ടബിൾ നൗണിൻ്റെ ഒപ്പം സിംഗുലറേ ചേർക്കാൻ പാടുള്ളൂ, അതുകൊണ്ട് ഹാസ് ചേർത്തു. ഡിന്നർ ഹാസ് ഈറ്റൻ ബൈ ദം. ഇനി ലാസ്റ്റ് വണ്ണും കൂടി നോക്കാം നമുക്ക്. വിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബീൻ ചേർത്താൽ മതി. വിൽ ഹാവ് വന്നു കഴിഞ്ഞാൽ എന്ത് ചേർക്കുക? ബീൻ. അപ്പോൾ നമ്മൾ നോക്കൂ, വളരെ സിമ്പിളാണ്. ഹെൽപ്പിംഗ് വെർബ് ഒന്നുമില്ലാതെ V1 ഫോമേ വന്നിട്ടുള്ളൂ, S ഫോമേ വന്നിട്ടുള്ളൂ വെച്ചാൽ ആം, ഈസ്, ആറും കൂടി അതിൻ്റെ ഒപ്പം ചേർക്കുക, എന്നിട്ട് V3 ഫോം കൊടുക്കുക. V2 ഫോം ആണ് വരുന്നതെങ്കിൽ വാസും വേറും ചേർക്കുക. ഈസ്, ആം, ആർ, വാസ്, വേർ ആണ് എന്ത് വരുന്നത്? ഹെൽപ്പിംഗ് വെർബായിട്ട് ആക്റ്റീവ് വോയിസിൽ വരുന്നത് വെച്ചാൽ ബീയിങ് ചേർക്കുക. വില്ലും ഷാളും വന്നാൽ ബി ചേർക്കുക. ഹാസും ഹാവും ഹാഡും വന്നു കഴിഞ്ഞാൽ V3 ഫോം ചേർക്കുക, എന്നിട്ട് അവിടെ ബീൻ ചേർക്കുക. വിൽ ഹാവ് വന്നു കഴിഞ്ഞാലും ബീൻ ചേർക്കുക. ഇത്രയേ ഉള്ളൂ. നമുക്കിനി പ്രോബ്ലം ചെയ്ത് പഠിക്കാം. അപ്പോൾ നിങ്ങൾക്ക് സിമ്പിളായിട്ട് കിട്ടും. ഇപ്പം ചിലപ്പോൾ നമ്മളോട് ചോദിക്കും ആക്റ്റീവ് ഏതാ പാസീവ് ഏതാന്ന് ചോദിക്കും. എങ്ങനെ തിരഞ്ഞെടുക്കുക? നമുക്ക് നോക്കാമല്ലോ. അങ്ങനത്തെ ഒരു ചോദ്യം ചെയ്യാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻ ദ പാസീവ് ഫോം? എങ്ങനെ തിരഞ്ഞെടുക്കുക? ആദ്യം ഒരു എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം. പാസീവ് വോയിസിൽ വെർബിൻ്റെ തേർഡ് ഫോമേ വരൂ.
അപ്പം വെർബിൻ്റെ തേർഡ് ഫോം വന്നിട്ടില്ലെങ്കിൽ അത് പാസീവ് വോയിസ് ആവാൻ ഒരു സാധ്യതയുമില്ല. ഇവിടെ ഗേവ് എന്നുള്ളതാണ് തന്നിട്ടുള്ളത്. നമുക്കറിയാം ഗിവ്, ഗേവ്, ഗിവൺ അല്ലേ? ഗിവ്, ഗേവ്, ഗിവൺ. ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾക്കറിയാം ഗിവണേ പാസീവ് വോയിസിൽ വരൂ. അതുകൊണ്ട് ഇത് പാസീവ് വോയിസ് അല്ല. കാരണം പാസീവ് വോയിസിൽ വെർബിൻ്റെ തേർഡ് ഫോമേ വരൂ. ഇതും എന്തല്ല, അതല്ല. ഇനി നോക്കൂ, ഷീ വാസ് ഗിവൺ എ പാർട്ടി, ദേ ഗിവൺ എ പാർട്ടി. ഇനി രണ്ടെണ്ണേ ഉള്ളൂ, രണ്ടോടത്തും ഗിവൺ ആണ്. അപ്പം ഇവിടുത്തെ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ നിങ്ങൾ ഇത്ര ആലോചിച്ചാൽ മതി. വളരെ സിമ്പിളായിട്ടൊരു കാര്യം ആലോചിക്കുക. പാസീവ് വോയിസിൽ ഹെൽപ്പിംഗ് വെർബ് ഇല്ലാതെ വരില്ല. ഈസോ, ആമോ, ആറോ, വാസോ, വേറോ, ഹാസോ, ഹാവോ, ഹാഡോ, വില്ലോ, ഷാളോ തുടങ്ങിയ ഏതെങ്കിലും ഒരു ഹെൽപ്പിംഗ് വെർബും കൂടിയും പാസീവ് വോയിസിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ അങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് വെർബും ഇല്ലാത്തതുകൊണ്ട് ഇവിടുത്തെ കറക്റ്റ് ആൻസർ ഏതാണ് വരുന്നത്? ഇതാണ് വരുന്നത്. ആ മാർക്കിട്ട് പോകുന്നില്ലേ? ഓക്കെ. ഇനി നമുക്ക് നോക്കൂ, ഇവിടെ നമുക്ക് നോക്കാം ചേഞ്ച് ഇൻ ടു. നമുക്ക് തുടക്കം മുതൽ തുടങ്ങാം. ഒരു മിനിറ്റ്, തുടക്കം മുതൽ നമുക്ക് തുടങ്ങാം. ഇതൊക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറിനോട് ചോദിച്ചതാണ്. ചേഞ്ച് ഇൻ ടു പാസീവ് വോയിസ്. തൗസൻഡ്സ് ഓഫ് ടൂറിസ്റ്റ് വിസിറ്റ് കന്യാകുമാരി എവറി ഇയർ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്, ചോദ്യം ചെയ്യുമ്പോൾ ഇവിടുത്തെ വെർബ് എന്താണ്? വിസിറ്റ് എന്നാണ് ഇവിടുത്തെ വെർബ് അല്ലേ? ഇവിടുത്തെ വെർബ് എന്താണ്? വിസിറ്റ്. വേറെ ആരെങ്കിലും ഒപ്പം വന്നിട്ടുണ്ടോ? ഹെൽപ്പിംഗ് വെർബ് ഒന്നും വന്നിട്ടില്ല. അപ്പം എന്ത് ഫോമാണ്? നമുക്ക് മനസ്സിലായി അവിടെ വന്നിട്ടുള്ളത് V1 ഫോമാണ്. ആക്റ്റീവ് വോയിസിൽ V1 ഫോമാണ്. ആക്റ്റീവ് വോയിസിൽ V1 ഓർ S ഫോം വന്നാൽ ഈസ്, ആം, ആർ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ് വരിക. ആ റൂള് നോക്കിയാൽ മതി. അപ്പം നമ്മുടെ പാസീവ് വോയിസിൽ ഈസോ, ആമോ, ആറോ ഉണ്ടാവണം. ഇതവിടെ വാസ് വിസിറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ വാസ് ബീൻ വിസിറ്റഡ് എന്ന് വന്നിട്ടുണ്ട്. വേണ്ട. ആക്റ്റീവ് വോയിസിൽ V1 ഫോം മാത്രമേ വന്നു വെച്ചാൽ ബീൻ വരേണ്ട. ബീൻ എപ്പോഴാണ് വരിക? ഹാസും, ഹാവും, ഹാഡും വരുമ്പോഴാണ് വരിക. ആക്റ്റീവ് വോയിസിൽ ഹാസും, ഹാവും, ഹാഡും പ്ലസ് V3 ഫോം വരുമ്പോഴാണ് ബീൻ വരിക. അവിടെ തന്നെ ഇത് പോയി. ഇത്രേ ആവശ്യമുള്ളൂ. ഇവിടെ ഈസ് വിസിറ്റഡ് എന്നാണ്. അവിടെ നിൽക്കട്ടെ. ഇവിടെ വാസ് വിസിറ്റഡ് വേണ്ട. കാരണം V1 ഫോം വന്നാൽ ഈസും, ആമും, ആറും മതി. ഇവിടെ വാസാണ്. അതുകൊണ്ട് ഇതും പോയി, ഇതും പോയി. ഇനി ഇത് ഓക്കെ. ഇനി നോക്കൂ, അടുത്തത് ഈസ് ബീൻ വിസിറ്റഡ് ആണ്. അതും വേണ്ട. കാരണം V1 വന്നാൽ ഈസ്, ആം, ആർ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് മതി. അതുകൊണ്ട് തന്നെ ഇവിടെ വളരെ സിമ്പിളായിട്ട് നിങ്ങൾ ആ സെന്റൻസ് മൊത്തം നോക്കണ്ട. എന്താണ് ശരി? അവിടെ ഓപ്ഷൻ സി ആണ് ശരി. കഴിഞ്ഞില്ലേ? ഒബ്ജക്റ്റും സബ്ജക്റ്റും മാറിപ്പോയോന്നോ ഒക്കെ രണ്ടാമത്തെ ഘട്ടത്തിൽ നോക്കിയാൽ മതി. അതല്ലാതെ തന്നെ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ പറ്റി. അടുത്ത ചോദ്യത്തിലേക്ക് വരാം. എ ബുക്ക് ഈസ് ഡാഷ് ടു സ്മിത ബൈ ഹർ അങ്കിൾ. ഇത് നമ്മൾ +2 ലെവൽ പ്രിലിം സ്റ്റേജ് 3 2022 വന്നതാണ്. അപ്പോൾ എ ബുക്ക് ഈസ് പ്രസന്റ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ നോക്കൂ, ടു സ്മിത ബൈ ഹർ അങ്കിൾ ആണ്. ഇത് പാസീവ് വോയിസിൽ. എങ്ങനെ പാസീവ് വോയിസിലാണ് മനസ്സിലായത്? അങ്കിളാണ് ബുക്ക് കൊടുത്തത്. പക്ഷെ അങ്കിളിനെ വെച്ചിട്ടാണോ തുടങ്ങിയത്? അല്ല, കൊടുത്ത സാധനം എന്താ അത് വെച്ചിട്ടാണ് തുടങ്ങിയത്. ഇത് പാസീവാണ്. ഇത് പാസീവ് വോയിസ് ആണെങ്കിൽ വെർബിന്റെ തേർഡ് ഫോമേ വരാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പ്രസന്റ് പറ്റില്ല, പ്രസന്റിങ് പറ്റില്ല, പ്രസന്റേഷൻ പറ്റില്ല. പ്രസന്റിന്റെ തേർഡ് ഫോം എന്താ? പ്രസന്റഡ്. വളരെ സിമ്പിളായിട്ട് കിട്ടി. എങ്ങനെ ഇത് പാസീവ് ആണെന്ന് മനസ്സിലായത്? സ്മിതയ്ക്ക് അങ്കിള് ഒരു ബുക്ക് കൊടുത്തു. അപ്പോൾ ഇവിടെ എന്താണ്? പ്രസന്റ്, സമ്മാനിച്ചു. അവിടെ പ്രസന്റ് ആണ് വെർബ്. ബുക്ക് അമ്മാമനെയാണോ സ്മിതയ്ക്ക് സമ്മാനിച്ചത്? അതോ അമ്മാമൻ ബുക്കിനെയാണോ സ്മിതയ്ക്ക് സമ്മാനിച്ചത്? അമ്മാമനാണ് പ്രസന്റ് ചെയ്തത്. പക്ഷെ അമ്മാമൻ വെച്ചിട്ടാണോ തുടങ്ങിയിരിക്കുന്നത്? അല്ല, ബുക്ക് വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസിൽ വെർബിൻ്റെ തേർഡ് ഫോമേ വരാൻ പാടുള്ളൂ. ഇത്ര സിമ്പിളായി കിട്ടി. ഇനി നോക്കൂ, ചിൽഡ്രൻ മേക്ക് എ കേക്ക്. ഇവിടുത്തെ വെർബ് ഏതാ? ഇതിനെ പാസീവ് ആക്കണം. ഇവിടുത്തെ വെർബ് ഏതാ? നിങ്ങൾക്കറിയാം. ഇവിടുത്തെ വെർബ് മെയ്ക്ക് ആണ്. ആ മെയ്ക്ക് വരുമ്പോൾ നിങ്ങൾക്കറിയാം മെയ്ക്കിന് എന്താണ്? മെയ്ക്ക് ഫസ്റ്റ് ഫോമാണ്, മെയ്ഡ് സെക്കൻഡ് ഫോമാണ്, അടുത്ത മെയ്ഡ് തേർഡ് ഫോമാണ് അല്ലേ? ഇനി നോക്കൂ, സിമ്പിൾ അല്ലേ? മെയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ ഏതാ ഫോം? V1 ഫോം. V1 ഫോം വന്നാൽ ഈസ്,
ആം ആർ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് ആയിരിക്കണം. ഇവിടെ നോക്കൂ, വാസ് മെയ്ഡ് ആണ്, ശരിയാവുമോ? ഈസോ ആമോ ആറോ ഇതിലേതാ വരേണ്ടത്? അവിടെ വാസ് പറ്റില്ല. ഈസ് മെയ്ഡ് ഓക്കെ, ഈസ് പ്ലസ് V3 ഫോം ഓഫ് ദ വെർബാണ്, അതവിടെ നിൽക്കട്ടെ. ഹാസ് ബീൻ മെയ്ഡ് വേണ്ടല്ലോ, ഈസ് ആം ആർ പ്ലസ് V3 ഫോമേ വേണ്ടുള്ളൂ. ഈസ് ബീയിങ് മെയ്ഡ് വേണ്ടല്ലോ, ഈസ് ആം ആർ പ്ലസ് V3 ഫോമേ വേണ്ടുള്ളൂ. സിമ്പിളായിട്ട് നമുക്ക് സാധാരണ ഇതാക്കുമ്പോൾ എ കേക്ക് ഈസ് ആണോ ആം ആണോ ആറാണോ നമുക്ക് തീരുമാനിക്കണം. അതുപോലും ഇവിടെ ആവശ്യം വരുന്നില്ല. ആ ഫോം നമുക്ക് ഓർമ്മ വന്നാൽ ഇതിലെ പരമാവധി പ്രോബ്ലങ്ങൾ നമുക്ക് വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ എ കേക്കിൻ്റെ ഒപ്പം നിങ്ങൾക്കറിയാം ഈസേ പറ്റുള്ളൂ എന്നുള്ളത്. അതുപോലെ അവിടെ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. കമല ലവ്സ് മിനി, ഇവിടുത്തെ വെർബിൻ്റെ ഫോം ഏതാ? പാസീവ് വോയിസിലേക്ക് ആക്കാനാണ്. ലവ്സ് ആണ്. ലവ്സ് എന്ന് പറഞ്ഞാൽ എന്താ ഫോം? എസ് ഫോമാണ്. എസ് ഫോം വന്നാൽ ഈസ് ആം ആർ പ്ലസ് V3. നിങ്ങളുടെ മനസ്സിൽ ലഡു പൊട്ടാൻ തുടങ്ങിയില്ലേ? എത്ര ഉള്ളൂ പാസീവ് വോയിസ് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പൊ കമല ലവ്സ് മിനി നമുക്ക് എന്താ അറിയാം? ഈസ് ആം ആർ പ്ലസ് V3 ഫോം ആണ് വേണ്ടത്. ഇവിടെ എന്തില്ല? ഈസും ആമും ആറും ഇല്ല, അതുകൊണ്ട് ഇത് പറ്റില്ല. ഇവിടെ ഉണ്ട്, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈസും ആമും ആറും ഇല്ല, ഇവിടെ പറ്റില്ല. ഇവിടെ ഉണ്ട്, ഈസ് ഉണ്ട്, പക്ഷെ എന്താ വന്നത്? ING ഫോം. പാസീവ് വോയിസിൽ തേർഡ് ഫോം ഓഫ് ദ വെർബേ വരുള്ളൂ, അതുകൊണ്ട് ഇയാളും പറ്റില്ല. സോ ദ ആൻസർ ഏതാണ്? നോക്കൂ, ആ വെർബിന്റെ ഫോം മാത്രം നോക്കിക്കൊണ്ട് നമുക്ക് പരമാവധി പ്രോബ്ലങ്ങൾ ചെയ്യാം. ഇനി അവിടെ കൺഫ്യൂഷൻ വന്നാൽ അതിനുള്ള വഴി ഏതാണെന്ന് നമുക്ക് ചോദ്യം ചെയ്യുമ്പോൾ തന്നെ പറയാം. കാറ്റ്സ് ക്യാച്ച് മൈസ്, ഇവിടുത്തെ വെർബ് നമുക്കറിയാം ക്യാച്ച് ആണ്. അപ്പൊ നമുക്ക് എന്തൊക്കെ വരും? ക്യാച്ചിന് ക്യാച്ച്, ക്യാച്ച്ഡ് ആണ് സെക്കൻഡ് ഫോം. തേർഡ് ഫോമും എന്താണ്? ക്യാച്ച്ഡ് ആണ് അല്ലേ? തേർഡ് ഫോമും എന്തെന്നെ വരിക? ക്യാച്ച്ഡ് ആണ്. ക്യാച്ച്ഡ് ആണ് വരിക. അപ്പൊ ഇവിടെ നമുക്കറിയാം ഇവിടെ ക്യാച്ച് ഫസ്റ്റ് ഫോമാണ്. V1 ഫോം വന്നാൽ ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിച്ചാട്ടോ, ഞാൻ വെറുതെ നിങ്ങൾക്ക് കുറച്ച് എക്സാമ്പിൾ എടുത്ത് തരില്ല. അതായത് ആ പാറ്റേൺ കൂടി നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ ടൈപ്പ് ചോദ്യങ്ങളാണ്. ഈസ് ആം ആർ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ് അല്ലേ? അപ്പൊ കാറ്റ്സ് ക്യാച്ച് മൈസ് നമുക്കറിയാം ഈസോ ആമോ ആറോ വരണം. ഇവിടെ ഉണ്ട് കേട്ടോ, ഇവിടെ ഉണ്ട് അല്ലേ? അവിടെ നമുക്ക് എന്ത് കിട്ടി? ഈസ് വന്നു, അവിടെ ആറും വന്നിട്ടുണ്ട്. അപ്പോൾ സോറി, ക്യാച്ച് കോട്ടാണ് കേട്ടോ. ക്യാച്ച് ഇടുന്നാണ് ഞാൻ എഴുതിയത്, സോറി. ക്യാച്ച് കോട്ടാണ്, CAUGHT കോട്ടാണ്. CA എന്തോ ഒരു ഓർമ്മയിൽ എഴുതി പോയതാ. കോട്ടാണ് ക്യാച്ച്, കോട്ട്, കോട്ട്. അപ്പോൾ ഇവിടെയൊക്കെ ഈസും ആറും വന്നു. ഇവിടെ വേറ് വന്നപ്പോൾ നമുക്ക് ഒഴിവാക്കാം. എന്തുകൊണ്ട് വേറെ ഒഴിവാക്കാം? അവിടെ നമുക്ക് വേറ് വന്നാൽ നമുക്കറിയാം V1 ഫോം വന്നാൽ ഈസ് ആം ആർ മാത്രം മതി. അതുകൊണ്ട് ഇവിടെ വേറെ വന്ന് ബാക്കിയൊക്കെ എന്താണ്? ആറോ ഈസോ ആമോ വന്നിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എന്താ നോക്കേണ്ടത്? ഈ സെന്റൻസ് തുടങ്ങുന്നത് ആരെ വെച്ചിട്ടാ? കാറ്റ്സ് ക്യാച്ച് മൈസ് ആണ്. അപ്പൊ മൈസ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. സോ ഇവിടെ മൈസ് വെച്ചിട്ടാണ്, അടുത്തതോ കാറ്റ്സ് വെച്ചിട്ടാ. അത് പറ്റില്ല. പാസീവ് വോയിസിൽ നമ്മൾ ഒബ്ജക്റ്റിനെ വെച്ച് തുടങ്ങണം. അപ്പൊ രണ്ടെണ്ണം പോയി, ഇനി രണ്ടെണ്ണേ ഉള്ളൂ. മൈസ് ഈസ് കോട്ട് ബൈ കാറ്റ്സോ മൈസ് ആർ കോട്ട് ബൈ കാറ്റ്സോ. ഇവിടെ നമ്മൾ തീരുമാനം എടുക്കേണ്ടത് മൈസ് സിംഗുലർ ആണെങ്കിൽ ഈസ് ആണ്, മൈസ് പ്ലൂരൽ ആണെങ്കിൽ ആറാണ്. ഈ ഈസ് ആം ആറിൽ ഏതും തിരഞ്ഞെടുക്കാം. അത് ഇവിടെ വരുന്ന ആ ഫസ്റ്റ് വേർഡിനെ വെച്ചിട്ടായിരിക്കണം. മൗസിന്റെ പ്ലൂരൽ ആണ് മൈസ്. മൗസ് എന്നുള്ളതിൻ്റെ പ്ലൂരൽ ആണ് മൈസ്. അതുകൊണ്ട് ഇവിടെ എന്താണ് വരിക? മൈസാണ് വരിക. അപ്പൊ മൗസിന്റെ പ്ലൂരലും പഠിച്ചുട്ടാ, അത് മൈസാണ്. മൈസ് പ്ലൂരൽ ആയതുകൊണ്ട് ഈസ് പറ്റില്ല, അതുകൊണ്ട് ഇയാളും പോയി. മൈസ് ആർ കോട്ട് ബൈ കാറ്റ്സ്, അതാണ് ശരി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഈസി ആയി തുടങ്ങിയില്ലേ? ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് ഫോം ഓഫ് ദ ഗിവൺ സെന്റൻസ്. ഷീ ഈസ് ടീച്ചിങ് മാത്തമാറ്റിക്സ്. ഇവിടുത്തെ വെർബ് ഏതാ? ഈസ് ടീച്ചിങ് ആണ്. നമ്മൾ ഹെൽപ്പിംഗ് വെർബും മെയിൻ വെർബും വന്നാൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈസ് ആം ആർ വാസ് വേർ ഹെൽപ്പിംഗ് വെർബും ഒപ്പം മെയിൻ വെർബും വേണം. ഇവിടെ ടീച്ചിങ് ഉണ്ട്. അങ്ങനെ വന്നാൽ ബീയിങ് ആണ് ചേർക്കേണ്ടത്. ഹാസോ ഹാവോ ഹാഡോ പ്ലസ് മെയിൻ വെർബും വന്നാൽ ബീനാണ് ചേർക്കേണ്ടത്. വില്ലും ഷാളും വന്നാൽ ബി ആണ് ചേർക്കേണ്ടത്. അതുപോലെ തന്നെ
വിൽ ഹാവ് വന്നാലും ബീനാണ് ചേർക്കേണ്ടത്. ഇത്രയല്ലേ നമുക്ക് പഠിക്കേണ്ടുള്ളൂ. അതായത് ഈസ്, ആം, ആർ, വാസ്, വേർ ഹെൽപ്പിംഗ് വെർബായി വന്നാൽ ഒരു മെയിൻ വെർബും വേണം, ബീയിങ് ചേർക്കണം. വില്ലും ഷാളും വന്നാൽ ബി ചേർക്കണം. ഹാസും ഹാവും ഹാഡും വന്നാൽ ബീൻ ചേർക്കണം. അപ്പോൾ ഇവിടെ ഈസ് ടീച്ചിങ് ആയതുകൊണ്ട് ഇവിടെ ബീയിങ് വേണം. എന്തായാലും ബീയിങ് ഉണ്ടോ എന്നാണ് ആദ്യം നമ്മൾ നോക്കേണ്ടത്. യെസ്, ഇവിടെ ബീയിങ് ഉണ്ട്, സോ ഇയാളെ എടുക്കാം. ഇവിടെ ബീയിങ് ഉണ്ട്, ഇയാളെ എടുക്കാം. പക്ഷെ ഇവിടെ ബീനാണ്, അടുത്തതിൽ ബീനാണ്, എടുക്കണ്ട. ഇവിടെ ബീയിങ്ങേ കാണാനില്ല, രണ്ടെണ്ണം പോയോ, ഒറ്റയടിക്ക് രണ്ടെണ്ണം പോയോ. ഇനി എന്താ വേണ്ടത്? ഇനി നമ്മൾ നോക്കേണ്ടത് ഈസും ആറും ഇതിൽ ഏത് വരണം എന്നുള്ളതാണ്. മാത്തമാറ്റിക്സ് അല്ലേ? മാത്തമാറ്റിക്സ് സിംഗുലർ ആണോ പ്ലൂരൽ ആണോ? എസ് കണ്ടിട്ട് പ്ലൂരൽ ആണെന്ന് വിചാരിക്കേണ്ട. ഫിസിക്സ്, മാത്തമാറ്റിക്സ് തുടങ്ങിയ എസ് വരുന്ന ഫോമൊന്നും സബ്ജക്റ്റ് ആണ്, അത് സിംഗുലർ ആണ്. ഇപ്പം മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് ഈസേ പറ്റൂ. മാത്തമാറ്റിക്സ് ഈസ് ബീയിങ് ടോട്ട് ബൈ ഹർ. കണ്ട എത്ര സിമ്പിളായിട്ട്. ആക്റ്റീവും പാസീവും ഇത്ര ബാലികേറ അല്ല എന്താ പറയുക, ബാലികേറ മലയൊന്നുമല്ല. ദേ ആർ ഡെലിവറിങ് ഇറ്റ് ദിസ് ആഫ്റ്റർനൂൺ. ഇതൊക്കെ പരീക്ഷയ്ക്ക് 2023 വരെ ചോദിച്ച 2024 അടക്കമുള്ള ചില ചോദ്യങ്ങളാണ് ഞാൻ തന്നിട്ടുള്ളത്. ചില ചോദ്യങ്ങളിൽ അധിക ചോദ്യങ്ങൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട് ഇതിൽ. ദേ ആർ ഡെലിവറിങ് ഇറ്റ് ദിസ് ആഫ്റ്റർനൂൺ. അപ്പം നിങ്ങൾ ആകെ പാസീവിൻ്റെ എങ്ങനെ പാസീവ് ആക്കാമെന്നൊന്നും പഠിക്കണ്ട. നിങ്ങൾ ആദ്യം ഇവിടുത്തെ വെർബിന്റെ ഫോം നോക്കി, ആർ ഡെലിവറിങ് ആണ്. ഈസ്, ആം, ആർ, വാസ്, വേർ ഹെൽപ്പിംഗ് വെർബായി വന്നാൽ പാസീവ് വോയിസിൽ ബീയിങ് വേണം. എവിടെയൊക്കെ ബീയിങ് ഉണ്ട് നോക്കി. ഇതാ അവിടെ ആദ്യത്തെ സെന്റൻസിൽ ബീയിങ് ഉണ്ടോ? ഇല്ല. അടുത്ത സെന്റൻസിൽ ബീയിങ് ഉണ്ടോ? ഇല്ല. അടുത്ത സെന്റൻസിൽ ബീയിങ് ഉണ്ട്, അത് അവിടെ നിർത്തി. അതിന്റെ അടുത്ത സെന്റൻസിൽ ബീയിങ് ഉണ്ടോ? ഇല്ല. കിട്ടിയില്ലടോ. ഈ ചെക്ക് ചെയ്താൽ മതി. ഇത് ഇതിന്റെ ഷോർട്ട് വഴിയാണ്. നമ്മൾ ഇംഗ്ലീഷ് ഗ്രാമർ പഠിക്കാനല്ലോ, നമുക്ക് ഈ പരീക്ഷയിൽ മാർക്ക് കിട്ടാനാണല്ലോ പരിപാടി. ഇറ്റ് ഈസ് ബീയിങ് ഡെലിവേർഡ് ദിസ് ആഫ്റ്റർനൂൺ. ആ പൂശി പോകുന്നു. നമ്മൾ മൊത്തം നോക്കൊന്നും വേണ്ട. രാജു ഹാസ് ക്ലീൻഡ് ദ പ്ലേറ്റ്സ്. ഇവിടെ വെർബ് ഏതാ നോക്കി, ഹാസ് ആണ്, ഹാസ് ക്ലീൻഡ് ആണ്. നമുക്കറിയാം ഹെൽപ്പിംഗ് വെർബായി ഈസ്, ആം, ആറ്, വാസ്, വേർ ഒറ്റയ്ക്ക് വന്നാലല്ല കേട്ടോ പറയണത്. ഹെൽപ്പിംഗ് വെർബായി വന്നാൽ ബീയിങ് പാസീവിൽ വേണം. ഹാസും ഹാവും ഹാഡും വന്നാൽ ബീൻ വേണം പാസീവിൽ. വില്ലും ഷാളും വന്നാൽ ബി വേണം. അങ്ങനെയാണ് ഇവിടെ ഹാസ് ക്ലീൻഡ്, ഹാസ് ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ബീൻ വേണം. ആദ്യത്തെ സെന്റൻസിൽ ബീൻ ഉണ്ടോ? ഉണ്ട്. അടുത്ത സെന്റൻസിൽ ബീൻ ഉണ്ടോ? ഉണ്ട്. പക്ഷെ അതിൻ്റെ അടുത്തേലുണ്ടോ? ഇല്ല, അയാൾ പോയി. അതിൻ്റെ അടുത്തേലുണ്ടോ? ഇല്ല. ബീൻ അല്ല അവിടെ വന്നിട്ടുള്ളത്, ബീയിങ് ആണ് വന്നിട്ടുള്ളത്, അയാൾ പോയി. ഇനി രണ്ടെണ്ണത്തിന് എടുത്താൽ മതി. ദ പ്ലേറ്റ്സ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത് രണ്ടും, അതുകൊണ്ട് ദ പ്ലേറ്റ്സ് വെച്ചിട്ടല്ലേ തുടങ്ങേണ്ടത്. ഇവിടെ നോക്കിയാൽ അറിയാം ദ പ്ലേറ്റ്സ് ആണ്. ദ പ്ലേറ്റ്സ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ദ പ്ലേറ്റ്സ് പ്ലൂരൽ ആണോ സിംഗുലർ ആണോ? പ്ലൂരൽ ആണ്. അപ്പോൾ ഹാവ് ആണ് വേണ്ടത്. ഹാസ് സിംഗുലറിനാണ് ഉപയോഗിക്കുക, ഹാവ് ആണ് വേണ്ടത്. സോ ദ പ്ലേറ്റ്സ് ഹാവ് ബീൻ ക്ലീൻഡ് ബൈ രാജു എന്നുള്ളതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. അടുത്ത് നോക്കൂ, ചേഞ്ച് ദ വോയിസ്. സമ്മൺ ഹാസ് ചേഞ്ച്ഡ് മൈ ആറ്റിറ്റ്യൂഡ്. കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഹാസ് ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ബീൻ വരണം. എവിടെയൊക്കെ ബീൻ ഉണ്ട്? ഇവിടെ ബീൻ ഉണ്ട്, ഇവിടെ ബീൻ ഉണ്ട്. പക്ഷെ അടുത്തതിൽ ബീയിങ് ആണ്, അതുകൊണ്ട് അത് പറ്റില്ല. അതിൻ്റെ അടുത്തതിൽ ബീൻ വന്നിട്ടേ ഇല്ല, അതുകൊണ്ട് അതും പറ്റില്ല. ഇനി മൈ ആറ്റിറ്റ്യൂഡ്, ഹാസും ഉണ്ട് ഹാഡും വന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾ നോക്കേണ്ടത് സെന്റൻസിൽ ഹാസും ഹാവും പ്രസന്റ് ആണ്, അത് പ്രസന്റ് ആണ്. ഹാഡ് പാസ്റ്റ് ആണ്. ഇവിടെ സെന്റൻസിൽ ഹാസ് ആണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് ഹാസോ ഹാവോ പറ്റും. ഇവിടെ മൈ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് ഹാസ് ആണേ പറ്റുള്ളൂ, അവിടെ ഹാവ് പറ്റില്ല. പക്ഷെ ഹാവ് തന്നിട്ടില്ല, സംശയം വേണ്ട. പ്രസന്റ് ടെൻസിൽ മാത്രമാണ് ഇവിടെ വന്നിട്ടുള്ളത് എന്നുള്ളതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ആദ്യത്തേത് നമ്മുടെ ഓപ്ഷൻ ആയിട്ട് തിരഞ്ഞെടുക്കാം. അടുത്തത് നോക്കൂ. അടുത്തത് ദ നഴ്സിംഗ് അസിസ്റ്റന്റ് ഹാസ് ലൊക്കേറ്റഡ് ദ കോവിഡ് വിക്ടിംസ് ടു ദ ഇവാക്വേഷൻ റൂം. ഓക്കെ, ഇതാണ് വന്നിട്ടുള്ളത് പാസീവ് വോയിസ് ആക്കി മാറ്റാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ അവിടുത്തെ വെർബ് നമ്മൾ കണ്ടെത്തി. ഏതാണത്? ഹാസ് ഐസൊലേറ്റഡ് ആണ്. ഹാസ് വന്നാൽ ബീൻ വരണം. എവിടെയൊക്കെ ബീൻ വന്നിട്ടുണ്ട് നോക്കി. ഇവിടെ ഇല്ല, അതുകൊണ്ട് ഇവിടെ പറ്റില്ല, അവിടെ ബീൻ വന്നിട്ടില്ല. അടുത്തത് ഇവിടെ ബീൻ ഉണ്ട്, അതുകൊണ്ട് അയാളെ കൺസിഡർ ചെയ്യാം. അതിൻ്റെ അടുത്തത് ഇവിടെ ഉണ്ട് ബീന്, അയാളെ കൺസിഡർ ചെയ്യാം.
ഇവിടെയുണ്ട് ബീന്, അയാളും കൺസിഡർ ചെയ്യാം. ഇനി ഹാസും ഹാവും ഹാഡും ആണ് വന്നിട്ടുള്ളത്. അതിൽ ഹാസ് ആയതുകൊണ്ട് ഹാഡ് പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഹാസ് പ്രസന്റ്, അപ്പോൾ ഹാസോ ഹാവോ പറ്റുള്ളൂ, അതുകൊണ്ട് ഹാഡ് പോയി, 2 എണ്ണം പോയി. ഇനി ഹാസ് ബീൻ ആണോ ഹാവ് ബീൻ ആണോ, അതിന് നോക്കുക. ദ കോവിഡ് വിക്ടിംസ് സിംഗുലറാ പ്ലൂരലാ? പ്ലൂരലാണ്, വിക്ടിംസ് ആണ്, അതുകൊണ്ട് ഹാസ് പറ്റില്ല, പ്ലൂരലിൻ്റെ ഒപ്പം ഹാവേ പറ്റുള്ളൂ. സോ ഓപ്ഷൻ സി ഈസ് ദ കറക്റ്റ് വൺ. സിമ്പിൾ അല്ലേ? ദേ ഷോവ്ഡ് ഹെർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. ഇപ്പം ആദ്യത്തെ സെന്റൻസ് എടുത്താൽ മതി നിങ്ങൾ. അവിടെ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് ഒക്കെ വിട്ടേക്കൂ. ദേ ഷോവ്ഡ് ഹെർ, നമുക്ക് വേണ്ടത് കിട്ടി. അവിടുത്തെ വെർബ് ഏതാ നോക്കി, ഷോവ്ഡ് ആണ്. ഹെൽപ്പിംഗ് വെർബ് വന്നിട്ടുണ്ടോ? ഇല്ല. ഏതാണ് വെർബിന്റെ ഫോം? ഷോവ്ഡ് ആണ്. അപ്പോൾ V2 ഫോം ആണ്. V2 ഫോം വന്നാൽ വാസ്, വേർ പ്ലസ് V3 ഫോം ഓഫ് ദ വെർബ്. അങ്ങനെ നോക്കുമ്പോൾ ഷോവ്ഡ് ആണ്. അപ്പോൾ അവിടെ നമുക്കറിയാം വാസോ വേറോ വേണം. ഇവിടെ വാസോ വേറോ വന്നിട്ടുണ്ട്, അപ്പോൾ ഇതാവാ. ഇവിടെ നോക്കൂ, ഇവിടെ വാസോ വേറോ വന്നിട്ടുണ്ടോ? ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ് വാസ് ഷോവ്ഡ് ബൈ ഹിം. അവിടെ മൊത്തം നോക്കുക, എവിടെയെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടോ നോക്കുക തുടക്കത്തിൽ. പിന്നീട് നമുക്ക് നോക്കാം. ഇവിടെയുണ്ട് ഒരു വാസ് വന്നിട്ട്, ഇവിടെയും ഒരു വാസ് വന്നിട്ടുണ്ട്. ദേ ഷോൺ ഹർ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്, എവിടെയും വാസ് വന്നിട്ടില്ല, കണ്ടുവോ? ഒഴിവാക്കി. ഇറ്റ് വാസ് ഷോൺ ബൈ ദം ദ ഈസിയസ്റ്റ് വേ, അവിടെയും ഒരു വാസ് വന്നിട്ടുണ്ട്. ഇപ്പം 3 എണ്ണത്തിൽ വാസ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കും. ദേ ഷോവ്ഡ് ഹെർ എന്നാണ് സെന്റൻസ്. ദേ ഷോവ്ഡ് ഹെർ. അപ്പൊ ഇവിടുത്തെ ഒബ്ജക്റ്റ് ഹെർ ആണ്. ഷീ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. എവിടെയൊക്കെ ഷീ വെച്ച് തുടങ്ങിയിട്ടുണ്ട് നോക്കി നമ്മൾ. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ ഷീ വെച്ചിട്ടല്ല തുടങ്ങിയിട്ടുള്ളത്. മൂന്നാമത്തെ നോക്കൂ, ഇവിടെയും ഷീ വെച്ചിട്ടല്ല തുടങ്ങിയിട്ടുള്ളത്. സോ വളരെ സിമ്പിളായി നമുക്ക് കിട്ടി, ഇതാണ് കറക്റ്റ്. വേറെ ഒന്നും നോക്കേണ്ടി വന്നില്ല നമുക്ക്. ഷീ വാസ് ഷോൺ ദ ഈസിയസ്റ്റ് വേ ടു ഡു ഇറ്റ്. ഇപ്പൊ സാധാരണ നിങ്ങളോട് പാസീവ് ആക്കാൻ പറയുന്നതിനെക്കാട്ടിലും എളുപ്പമാണ് ഇവിടെ അർത്ഥം. ഇനി പിക്ക് ഔട്ട് ദ പാസീവ് ഫോം ഓഫ് ദ സെന്റൻസ്. വെയർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലസ്. ഇത് വരുന്നതിന് മുമ്പ് ചോദ്യങ്ങൾ പാസീവ് ആക്കുന്നതിന് ഒരു രീതിയുണ്ട്. അതിന് മുമ്പ് നമുക്ക് വേറെ കുറച്ചെണ്ണം ചെയ്തിട്ട് ഇവിടേക്ക് വരാം. ഓക്കെ, വേറെ കുറച്ചെണ്ണം ചെയ്ത് നമുക്ക് ഇവിടേക്ക് വരാം. വേറെ കുറച്ചെണ്ണം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. ആദ്യം നമുക്ക് ഈ ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഒരു ക്വസ്റ്റ്യൻ എങ്ങനെ ഉണ്ടാക്കുക? ഇപ്പൊ രാമ ഈസ്, വിശദമായി പറയുന്നില്ലേ, ശ്രദ്ധിച്ചാൽ മതി. രാമ ഈസ് റീഡിങ് എ ബുക്ക്. ഇതറിഞ്ഞാൽ നിങ്ങൾക്കിത് ഒരു ക്വസ്റ്റ്യൻ ആക്കണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഇവിടുത്തെ ഹെൽപ്പിംഗ് വെർബ് ഏതാ? ഈസിനെ പിടിച്ച് സബ്ജക്റ്റിന്റെ മുന്നിലേക്ക് വെച്ചാൽ മതി. ഇതിനെ ഇൻവേർഷൻ എന്നാണ് പറയുക. എപ്പോഴും ക്വസ്റ്റ്യനിൽ ഇൻവേർഷൻ വരും. എന്താണ് ക്വസ്റ്റ്യനിൽ ഇൻവേർഷൻ വരിക? സാധാരണ സബ്ജക്റ്റിന് ശേഷമാണ് എന്ത് വരിക? ഹെൽപ്പിംഗ് വെർബ് വരിക സാധാരണ സെന്റൻസിൽ, സ്റ്റേറ്റ്മെന്റ് സെന്റൻസിൽ. എന്നാൽ ക്വസ്റ്റ്യൻ വരുമ്പോൾ അവിടെ ഇൻവേർഷൻ വരും. സബ്ജക്റ്റിന്റെ മുന്നിലേക്ക് ഹെൽപ്പിംഗ് വെർബ് വരും. അപ്പൊ ഹാവ് യു എക്സാമിൻഡ് ദീസ് പേപ്പേഴ്സ് എന്നുള്ളത് ശരിക്കുമുള്ളൊരു സെന്റൻസ് ആണെങ്കിൽ യു ഹാവ് എക്സാമിൻഡ് ദ പേപ്പേഴ്സ് എന്നാണ് വരിക. ആ യുവിന്റെ മുന്നിലല്ല ഹാവ് വരിക സാധാരണ സെന്റൻസ് ആണെങ്കിൽ. ഇനി ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇവിടുത്തെ വെർബ് കിട്ടി നമുക്ക്. ഇവിടുത്തെ വെർബ് ഏതാടോ? ഹാവ് എക്സാമിൻഡ് ആണ്. ഹാവ് വന്നാൽ എന്താണോ വേണ്ടത്? ബീനാണ് പാസീവ് വോയിസിൽ വേണ്ടത്. സിമ്പിൾ ആയില്ലേ? ഹാവ് വന്നാൽ എന്താണ് വേണ്ടത്? ബീനാണ് വേണ്ടത്. നമ്മൾ ഈ സെന്റൻസിലൊക്കെ ബീൻ ഉണ്ടോ നോക്കി. ഇനി വരുന്ന പാസീവില് ഇവിടെ ഇല്ല, ഇവിടെ ഉണ്ട്. അപ്പൊ അവിടെ നിൽക്കട്ടെ. അടുത്തതിലുണ്ടോ? മൂന്നാമത്തേലുണ്ട്, നാലാമത്തേലുണ്ട്. അപ്പൊ ഒന്നൊഴിവായോ? ഇനി എപ്പോഴും ആലോചിച്ചോളൂ, ഒരു ആക്റ്റീവ് വോയിസിലുള്ളൊരു ക്വസ്റ്റ്യൻ പാസീവ് ആക്കുമ്പോഴും എന്തായി മാറണം? ക്വസ്റ്റ്യൻ ആയി മാറണം. ക്വസ്റ്റ്യൻ ആയി മാറണമെങ്കിൽ ഏതാണോ അവിടുത്തെ പ്രധാനപ്പെട്ട നൗണ് അതിൻ്റെ മുന്നിലേക്ക് എന്ത് വരണം? ഹെൽപ്പിംഗ് വെർബ് വരണം. എത്ര എണ്ണം ഹെൽപ്പിംഗ് വെർബ് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇത് ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ടല്ല തുടങ്ങുന്നത്, ദീസ് വെച്ചിട്ടാ, അതുകൊണ്ട് ഇത് പോയി. ഇത് ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ടല്ല തുടങ്ങുന്നത്, ദീസ് വെച്ചിട്ടാ, അതുകൊണ്ട് അതും പോയി. സോ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് കിട്ടി. ഹാവ് ദീസ് പേപ്പേഴ്സ് എക്സാമിൻഡ് ബൈ യു. നോക്കിയോ? ഞാൻ പറഞ്ഞില്ലേ,
അതായത് ഇതിൻ്റെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോവാതെ എവിടെയൊക്കെ വേർഡ് വെക്കണം എന്നുള്ളതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ കൺഫ്യൂഷൻ വന്നേക്കാം. അതിന് പകരം ഈ ഒരു അപ്രോച്ചാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് കാര്യം കിട്ടും. ഇതിൻ്റെ മുന്നിൽ ഇപ്പോൾ ഈസ് രാമ റീഡിങ് എ ബുക്ക്, നമുക്ക് അതിൻ്റെ മുന്നിൽ WH വേർഡ് ആക്കാം. അതൊരു എസ് ഓർ നോ ക്വസ്റ്റ്യനാണ്. മുന്നേ ഒരു വെന്നോ വാട്ടോ. ഇപ്പോൾ വാട്ട് ഈസ് രാമ റീഡിങ്, വെൻ ഈസ് രാമ റീഡിങ് എ ബുക്ക്, ഹൗ ഈസ് രാമ റീഡിങ് എ ബുക്ക്, ഇതൊക്കെ WH വേർഡ്. അപ്പോൾ WH ക്വസ്റ്റ്യൻ ആയി. അപ്പോൾ അത് എസ് ഓർ നോ ആയിട്ട് പറയാൻ പറ്റില്ലല്ലോ. അങ്ങനെ WH ക്വസ്റ്റ്യൻ വരുമ്പോഴും എന്താ വരുന്നത്, WH വേർഡിന് ശേഷം ഉടൻ ആ ഹെൽപ്പിംഗ് വെർബാ വരിക. ആ വെർബിൻ്റെ ഒപ്പം നിൽക്കുന്ന ഹെൽപ്പിംഗ് വെർബിനെ പിടിച്ചിട്ട് മുന്നിലേക്ക് മാറ്റിക്കുകയാണ്. അത് വെച്ച് നമുക്ക് ഇയാളെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പോൾ ഇവിടെ വേർ ഡിഡ് ഷീ ഹൈഡ് ദ നെക്ലസ്, നോക്കുമ്പോൾ ഹൈഡാണ്. ഓക്കെ, ഇനി ഹെൽപ്പിംഗ് വെർബ് ഏതാ, ആ വേറിന് ശേഷം വരുന്ന ഡിഡാണ്. അപ്പൊ നമുക്ക് ഇവിടുത്തെ വെർബിനെ കിട്ടി, എന്താണ്, ഡിഡാണ്. ഡിഡ് ഹൈഡ് എന്നാണ്. ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ട, ഈ ഡിഡ് ഹൈഡ് ഒന്നിച്ച് നിങ്ങൾ കൊടുക്കേണ്ട ആവശ്യമില്ല. അവിടെ ആലോചിച്ചാൽ മതി. ഡു പ്ലസ് വെർബിന്റെ V1 ഫോം വന്നാൽ V1 ഫോം തന്നെയാണ്. ഡസ് പ്ലസ് വെർബിന്റെ V1 ഫോം വന്നാൽ എസ് ഫോം ആണ്. ഡിഡ് പ്ലസ് V1 ഫോം വന്നാൽ V2 ഫോം ആണ്. അപ്പൊ അവിടെ ഡിഡ് പ്ലസ് ഹൈഡ് ആണ്, നമുക്ക് V2 ഫോം ആണ് വരുന്നത്. ഓക്കെ, എന്താണ് വരുന്നത്, V2 ഫോം ആണ് വരുന്നത്. ഹൈഡ്, ഹിഡ്, ഹിഡൻ, ഇതാണ് അതിന്റെ തേർഡ് ഫോം. ഹൈഡ് ഫസ്റ്റ് ഫോം, ഹിഡ് സെക്കൻഡ് ഫോം, ഹിഡൻ തേർഡ് ഫോം. അങ്ങനെ വരുമ്പോൾ ഡിഡ് ഹൈഡ് V2 ഫോം ആണ്. ആക്റ്റീവ് വോയിസിൽ V2 ഫോം വന്നാൽ പാസീവ് വോയിസിൽ വാസോ വേറോ ആണ് വരിക. പഠിച്ചിട്ടില്ലേ? അപ്പൊ നമ്മുടെ ഈ സെന്റൻസിൽ വാസോ വേറോ വേണം. ആദ്യത്തെ സെന്റൻസിൽ വാസ് ഉണ്ടോ വേറുണ്ടോ? ഇല്ല, ആദ്യത്തേൽ ഇല്ല. രണ്ടാമത്തേൽ വാസോ വേറോ ഉണ്ടോ? ഇല്ല. മൂന്നാമത്തേതിൽ വാസ് ഉണ്ടോ? ഉണ്ട്. നാലാമത്തേതിലും വാസ് ഉണ്ടോ? ഉണ്ട്. ഇനി ക്വസ്റ്റ്യൻ ആണെങ്കിൽ, WH ക്വസ്റ്റ്യൻ ആണെങ്കിൽ അവിടെയും WH വേർഡ് ആദ്യം വരണം. ഇവിടുത്തെ WH വേർഡ് ഏതാ? വേറാണ്. ആ വേർ വെച്ചിട്ട് തന്നെയാണ് തുടങ്ങേണ്ടത്. ഇവിടെ ലാസ്റ്റത്തെ വേർ വെച്ചിട്ടല്ല തുടങ്ങിയിട്ടുള്ളത്. അതിന്റെ കഥ കഴിഞ്ഞു. അപ്പൊ വേർ വാസ് ദ നെക്ലസ് ഹിഡൻ, നമുക്ക് മുഴുവൻ അറിയണ്ട, നമ്മൾ കഴിച്ചിലായി പോകുന്നു. അപ്പൊ ഇത് നമ്മൾ നന്നായി ശ്രദ്ധിക്കണം. ക്വസ്റ്റ്യൻ വേർഡ് വരുമ്പോൾ നിങ്ങൾ ആ പാറ്റേൺ ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണമെന്നില്ല. നമ്മൾ മറ്റു കുറച്ച് ഇപ്പൊ ഹൂ വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ടേ. ഹൂ വരുമ്പോൾ വേറോ വെന്നൊന്നും വരുമ്പോൾ പ്രശ്നമില്ല. ഇപ്പൊ ഇവിടെ തന്നെ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഹൂ പെയിന്റഡ് ഇറ്റ്, ഹൂ പെയിന്റഡ് ഇറ്റ്. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? പെയിന്റഡ് V2 ഫോം ആണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം വാസോ വേറോ ആണ് വേണ്ടത്. V2 ഫോം വരുമ്പോൾ വാസോ വേറോ വന്നിട്ടുണ്ടോ? ഉണ്ട്. ഇവിടെ വാസു വന്നിട്ടുണ്ട്, ഇവിടെ വാസു വന്നിട്ടുണ്ട്, ഇവിടെ വാസു വന്നിട്ടുണ്ട്, ഇവിടെ വാസു വന്നിട്ടുണ്ട്, എല്ലായിടത്തും വാസു വന്നിട്ടുണ്ട്. ഇനി അങ്ങനെ എടുത്ത് കണക്കാക്കാൻ പറ്റുമെന്ന് അറിയില്ല. പക്ഷെ ഹൂ വരുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോളൂ, പാസീവ് വോയിസ് ആയി മാറുമ്പോൾ അത് ബൈ ഹും എന്നായി മാറും. ഹൂ വരുമ്പോൾ മാത്രം അത് ബൈ ഹും എന്നായി മാറും. വേറിനോ വെനിനോ ഒന്നും ആ പ്രശ്നമില്ല. അപ്പൊ ബൈ ഹും വെച്ചിട്ട് ഇവിടെ തുടങ്ങുന്നത് ഇത് മാത്രമാണ്. സോ ഇതാണ് ഇവിടുത്തെ ആൻസർ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? ഇപ്പോ അടുത്തത് ഇവിടെ നോക്കൂ. ഹൂ ബ്രോക്ക് ദ ക്ലാസ്. ബൈ ഹും വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ബൈ ഹും വെച്ച് തുടങ്ങുന്നത് ഇവിടെ മാത്രമാണ്. ബാക്കി ഒന്നും ബൈ ഹും വെച്ചിട്ടല്ല തുടങ്ങുന്നത്. അവരൊറ്റ ഒന്ന് നോക്കിയാൽ നമുക്ക് ആൻസർ കിട്ടി. ഏതാണ്? എ ആണ്. ക്ലിയർ ആവുന്നുണ്ടല്ലോ? വളരെ സിമ്പിൾ അല്ലേ? ഇപ്പൊ നേരത്തെ ഡിഡ് ദ ബ്ലാസ്റ്റ് ടെറിഫൈ ദ ചിൽഡ്രൻ, നമുക്കറിയാം ഡിഡ് വെച്ചിട്ടാണ് തുടങ്ങിക്കുന്നത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഹെൽപ്പിംഗ് വെർബ് വെച്ച് തുടങ്ങുമ്പോൾ അത് ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യനെയും ആ ഹെൽപ്പിംഗ് വെർബിനെ പിടിക്കുക, അവിടുത്തെ ബ്ലാസ്റ്റ് കൊടുക്കുക. സോറി, ടെറിഫൈ, അവിടുത്തെ വെർബ് ടെറിഫൈ ആണ്. ഡിഡ് ദ ബ്ലാസ്റ്റ് ടെറിഫൈ ദ ചിൽഡ്രൻ. അപ്പൊ ഡിഡ് ടെറിഫൈ ആണ് വരിക. ഡിഡ് പ്ലസ് ടെറിഫൈ എന്ന് പറഞ്ഞാൽ ടെറിഫൈഡ് ആണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡിഡ് പ്ലസ് V2 ഫോം ഓഫ് ദ വെർബ് എന്താ, സോറി, ഡിഡ് പ്ലസ് V1 ഫോം ഓഫ് ദ വെർബ് V2 ആണ് വരിക. V2 വന്നാൽ പാസീവ് വോയിസിൽ വാസോ വേറോ ആണ് വേണ്ടത്. സോ നമ്മളിവിടെ വാസോ വേറോ ഉണ്ടോ നോക്കുക.
ഇവിടെ ഉണ്ട് വാസ്, ഇവിടെ ഉണ്ട് വാസ്, ഇവിടെ ഉണ്ട് വേറ്, ഇവിടെ ഉണ്ട് വേറ്, ഒക്കെ അങ്ങനെയാണ്, നിവൃത്തിയില്ല അല്ലേ. ഇനി നമുക്കറിയാം, ഇനി ഹെൽപ്പിംഗ് വെർബ് വെച്ച് തുടങ്ങണം. എല്ലായിടത്തും ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ദ ബ്ലാസ്റ്റ് ടെറിഫൈഡ് ദ ചിൽഡ്രൻ എന്നാണല്ലോ സെന്റൻസ്. ഈ ഡിഡാണ്ട് ഇങ്ങണ്ട് ഈ ടെറിഫൈഡ് ഒപ്പം വന്നാൽ ദ ബ്ലാസ്റ്റ് ടെറിഫൈഡ് ദ ചിൽഡ്രൻ എന്നായി മാറിയില്ല സെന്റൻസ്. ആ ഡിഡ് ടെറിഫൈഡ് ഒപ്പം വരുമ്പോ അപ്പൊ അവിടുത്തെ ബ്ലാസ്റ്റ് ആണ് കുട്ടികളെ ടെറിഫൈ ചെയ്തത്, അല്ലാതെ കുട്ടികൾ ബ്ലാസ്റ്റിനെ അല്ല ടെറിഫൈ ചെയ്തിട്ടുള്ളത്. അപ്പൊ ചിൽഡ്രൻ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അതുകൊണ്ട് ബ്ലാസ്റ്റ് വെച്ചല്ല തുടങ്ങേണ്ടത്. അതുകൊണ്ട് ആദ്യത്തെ പോയി, കാരണം ഇവിടെ ദ ബ്ലാസ്റ്റ് വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇനി ദ ചിൽഡ്രൻ ആണ്. ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ പ്ലൂരൽ അല്ലേ, അതുകൊണ്ട് വാസ് പറ്റുമോ? അപ്പൊ എന്താ എടുക്കേണ്ടത്? വേറെ എടുക്കേണ്ടത്. അതുകൊണ്ട് വാസ് ഇതും പോയി. ഇനി രണ്ടേ ഉള്ളൂ, വേർ ദ ചിൽഡ്രൻ. ഇനി നിങ്ങൾക്കറിയാം പാസീവ് വോയിസിൽ വെർബിന്റെ തേർഡ് ഫോം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. ING ഫോം ഉപയോഗിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പൊ ടെറിഫൈഡ്. അവിടെയും നിങ്ങൾക്ക് ഇതിന്റെ കൺസ്ട്രക്ഷൻ കറക്റ്റായിട്ട് അറിയണ്ട, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഇതിനെ പൊളിച്ചടക്കാം. വേർ ദ ചിൽഡ്രൻ ടെറിഫൈഡ് ദ ബ്ലാസ്റ്റ് ബൈ ദ ബ്ലാസ്റ്റ്. അത് കിട്ടിയല്ലോ. ഓക്കെ, ഇനി അങ്ങനത്തെ ഉദാഹരണം അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചു വയ്ക്കാം. ഇനി നമുക്ക് നോക്കാം, ദേ വേർ ബീറ്റിംഗ് ദ ബോയ്. ദേ വേർ ബീറ്റിംഗ് ദ ബോയ്. അപ്പൊ അതിനെ പാസീവ് ആക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം വേർ ബീറ്റിംഗ് ആണ് അവിടെ വെർബ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ആൻസറിൽ ബീയിങ് വരണം. ഇവിടെ ബീയിങ് ഉണ്ട്, ഇവിടെ ബീയിങ് ഉണ്ട്, പക്ഷെ അടുത്തതിൽ ബീയിങ് ഇല്ല. ഇവിടെ ഒരു പ്രശ്നം, നൺ ഓഫ് ദ എബോവ് വന്നതുകൊണ്ട് കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം ഇത്തരം ഒരു കേസിൽ. അപ്പൊ ദേ വേർ ബീറ്റിംഗ് ദ ബോയ്. അപ്പൊ നമുക്കറിയാം ദ ബോയ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. ദ ബോയ്. ഇനി ഇത് V2 ഇവിടെ വേർ ആയതുകൊണ്ട് വേറോ വാസോ ഉപയോഗിക്കാം. അപ്പൊ ദ ബോയ് വാസ്, സിംഗുലർ ആയതുകൊണ്ട് വാസ്. ഈസു ആകും അല്ല, ഈസു ആറും ഉപയോഗിക്കാൻ പാടില്ല എന്നേ ഉള്ളൂ. ദ ബോയ് വാസ് ബീയിങ്. ഇനി വേർബിന്റെ തേർഡ് ഫോം ആണ് വേണ്ടത്, ബീറ്റൺ ബൈ ദം. ഇവിടെ കറക്റ്റാ, അതുകൊണ്ട് ഇവിടെ ആൻസർ എ ആണ്. ഇങ്ങനെ നൺ ഓഫ് ദ എബോവ് വരുമ്പോൾ ആ കൺസ്ട്രക്ഷൻ കൂടി നമ്മൾ നന്നായിട്ട് നോക്കിയിരിക്കണം എന്ന് മാത്രം. അപ്പോഴാണ് നൺ ഓഫ് ദ എബോവ് ഡി ഓപ്ഷൻ നിങ്ങൾക്ക് അധികം വരില്ല. വന്നു കഴിഞ്ഞാൽ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും, നെഗറ്റീവ് മാർക്ക് വരും. അപ്പോൾ നൺ ഓഫ് ദ എബോവ് വന്നു കഴിഞ്ഞാൽ നന്നായി ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി നോക്കൂ, ക്യാൻ ഏതെങ്കിലും നൺ ഓഫ് ദ എബോവ് ഒന്നും ശരിയല്ലെങ്കിൽ നിങ്ങൾക്ക് നൺ ഓഫ് ദ എബോവിലേക്ക് വേഗത്താം. ഇനി അടുത്ത് നോക്കൂ, ഓപ്പൺ ദ വിൻഡോ. ഈ ഓപ്പൺ ദ വിൻഡോ എന്നുള്ള സെന്റൻസ് എങ്ങനെയാണ്? ഈ സെന്റൻസിന് ഇമ്പരേറ്റീവ് സെന്റൻസ് എന്നാ പറയാ. എന്താ ഇമ്പരേറ്റീവ് സെന്റൻസ്? ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു ഓർഡർ ആയിരിക്കാം, ഒരു കമാൻഡ് ആയിരിക്കാം. സാധാരണ രാമ കിൽഡ് രാവണ, രാമ എന്നുള്ള നൗൺ വെച്ചിട്ടാണ് തുടങ്ങുക. പക്ഷെ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ത് വെച്ചിട്ടാണ് തുടങ്ങുക? അത് വെർബ് വെച്ചിട്ടാണ് തുടങ്ങുക. ഈ ക്വസ്റ്റ്യൻസിനെയാണ് ഇന്ററോഗേറ്റീവ് എന്ന് പറയുക. ഇന്ററോഗേറ്റീവ് സെന്റൻസ് തുടങ്ങുക ഒന്നില്ലെങ്കിൽ WH വേർഡ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ട്. പക്ഷെ ഇമ്പരേറ്റീവ് സെന്റൻസ് എന്ന് പറഞ്ഞാൽ കമാൻഡ്, ഓർഡർ, ഇതൊക്കെ വെർബോ അല്ലെങ്കിൽ പ്ലീസ് നോ, പ്ലീസ് ഗിവ് മീ, അല്ലെങ്കിൽ ഓപ്പൺ ദ വിൻഡോ, സ്റ്റോപ്പ് സ്മോക്കിംഗ്. നോക്കൂ, അവിടെ വെർബ് വെച്ചിട്ടോ പ്ലീസ് വെച്ചിട്ടോ ആണ് തുടങ്ങിയിട്ടുള്ളത്, ഒരു നൗൺ വെച്ചിട്ടല്ല, അല്ലെങ്കിൽ ഒരു ഹെൽപ്പിംഗ് വെർബ് വെച്ചിട്ടല്ല. ഇങ്ങനെ ഡു ഇറ്റ് നൗ എന്ന് പറയുന്നത് അവിടെ ഡു മെയിൻ വെർബാട്ടോ, ഡൂവിൻ്റെ ഒപ്പം വേറൊരു വെർബ് വന്നിട്ടില്ല. അതൊക്കെ ഇമ്പരേറ്റീവ് സെന്റൻസാ. അതായത് ഈസ്, ആം, ആറ്, വാസ്, രാമ ഈസ് എ ബോയ്. അവിടെ ഈസ് മെയിൻ വെർബാ, കാരണം ഈസിന്റെ ഒപ്പം വേറെ വെർബ് വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ ഡു ഇറ്റ് നൗ എന്നുള്ളടത്ത് ഡു മെയിൻ വെർബാണ്, അത് വെച്ച് തുടങ്ങാം. അപ്പൊ ഹെൽപ്പിംഗ് വെർബ് അല്ലേ എന്നുള്ളൊരു സംശയം വരും. അല്ല, അപ്പോൾ മെയിൻ വെർബ് ഒരു മെയിൻ വെർബ് വെച്ചിട്ടോ അതല്ലെങ്കിൽ പ്ലീസ് ഒക്കെ വെച്ച് തുടങ്ങുന്ന സെന്റൻസുകളാണ് ഇമ്പരേറ്റീവ് സെന്റൻസ്. ഇമ്പരേറ്റീവ് സെന്റൻസിനെ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ നിങ്ങൾ ലെറ്റ് ചേർക്കണം ആദ്യം. ഇമ്പരേറ്റീവ് സെന്റൻസിനെ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്? പാസീവിലേക്ക് മാറ്റുമ്പോൾ ലെറ്റ് ചേർക്കണം. നോക്കൂ, ഓപ്പൺ ദ വിൻഡോ, ഇവിടെ ലെറ്റ് ഉണ്ടോ, ഇവിടെ ലെറ്റ് ഉണ്ടോ, ഇവിടെ ലെറ്റ് ഉണ്ടോ, മറ്റു റൂളൊന്നും നോക്കണ്ട, ലെറ്റ് ഉണ്ടോ നോക്കുക. ലെറ്റ് കഴിഞ്ഞതിന് ശേഷം ഉടൻ ഒബ്ജക്റ്റിനെ വെക്കുക. ലെറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തിനെ വെക്കുന്നു? ഒബ്ജക്റ്റ് വെക്കുന്നു. അതിനുശേഷം ബി വെക്കുന്നു, അതിനുശേഷം V3 ഫോം വെക്കുന്നു. ഇതാണ് ഇമ്പരേറ്റീവ് സെന്റൻസിനെ മാറ്റേണ്ട ഫോം. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ് പ്ലസ് ബി പ്ലസ് V3. ഇവിടെ ഓപ്പൺ ദ വിൻഡോ, ഇവിടെ സബ്ജക്റ്റ് ഉണ്ടാവില്ല. സബ്ജക്റ്റ് അവിടെ അണ്ടർസ്റ്റുഡ് ആണ്. നിങ്ങളോടാണ് പറയുന്നത് യു ഓപ്പൺ ദ വിൻഡോ, അതാണ് ഉദ്ദേശിച്ചുള്ളത്. അതാ യു പറയുന്നില്ല എന്ന് മാത്രം. അപ്പൊ അവിടെ ബൈ ഏജന്റ് വേണ്ട.
അപ്പൊ ലെറ്റ് വെച്ചു, ഉടൻ ഒബ്ജക്റ്റ് വെച്ചു ദ വിൻഡോ, ഇനി ഒരു ബി വെച്ചു, ഇനി ഓപ്പൺഡ് v3 ഫോം. സോ ഇതാണ് അവിടുത്തെ കറക്റ്റ് ആൻസർ. ക്ലിയർ ആവുന്നുണ്ടോ? ഇനി നമുക്ക് നോക്കൂ, ലെറ്റ് ദം ബിൽഡ് എ ഹോസ്പിറ്റൽ. ഇവിടെ ലെറ്റ് വന്നിട്ടുണ്ട്, ആൾറെഡി ലെറ്റ് വന്നിട്ടുണ്ട്. അവിടെ ലെറ്റ് വെച്ചിട്ട് തന്നെ തുടങ്ങിയാൽ മതി. ലെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ ലെറ്റ് വെച്ചിട്ട് തന്നെ തുടങ്ങിയാൽ മതി. അപ്പൊ ലെറ്റ്, പക്ഷെ ലെറ്റ് ദം എന്ന് വന്നിട്ടുണ്ട്, ദം വെച്ച് തുടങ്ങരുത്. കാരണം എപ്പോഴും നമുക്കറിയാം ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ ആരാ തുടങ്ങണത്? ദേ ബിൽഡ് എ ഹോസ്പിറ്റൽ എന്നാണല്ലോ വരിക അതിൻ്റെ ഒരു സെന്റൻസ്. ദേ ബിൽഡ് എ ഹോസ്പിറ്റൽ. അപ്പോ ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്, ഹോസ്പിറ്റൽ വെച്ചിട്ടാണ് തുടങ്ങേണ്ടത്. അപ്പൊ ഇവിടെയൊക്കെ ലെറ്റ് വന്നിട്ടുണ്ട്, ഹോസ്പിറ്റൽ വെച്ച് തുടങ്ങണം. ഇവിടെ ദം ആയതുകൊണ്ട് പറ്റില്ല, ഇവിടെയും ദം ആയതുകൊണ്ട് പറ്റില്ല. ലെറ്റ് എ ഹോസ്പിറ്റൽ, അതുവരെ കറക്റ്റ് ആണ്. ലെറ്റ് പ്ലസ് ഒബ്ജക്റ്റ്. ഇനി ബി വന്നു, കറക്റ്റ് ആണ്. ബി ഇനി ബിൽഡ്, ബിൽറ്റ് ആണ് തേർഡ് ഫോം. ആ ബിൽറ്റ് തന്നെ കിട്ടി നമുക്ക്. അപ്പൊ ഇനി മറ്റു ഫോം ഒന്നും നോക്കണ്ട, നമുക്ക് കിട്ടി. അല്ല സോറി, ഇത് കിട്ടി, ഇത് ശരിയെന്ന് കിട്ടി, ഇത് തെറ്റാണെന്നും കിട്ടി. ഓക്കെ, നമുക്ക് കുറച്ചും കൂടി എക്സാമ്പിൾ ഞാനിവിടെ തന്നിട്ടുണ്ട്, അത് നമുക്കൊന്ന് എടുത്ത് ചെയ്യാം. ഇപ്പൊ ക്ലോസ് ദ വിൻഡോ, നമുക്കറിയാം പാസീവാണ്. ക്ലോസ് ദ വിൻഡോ എന്ന് പറയുന്നത് എന്താണ്? പാസീവാണ്. ആ ക്ലോസ് ദ വിൻഡോ വരുമ്പോൾ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്? ക്ലോസ് ദ വിൻഡോ എന്താ ചെയ്യേണ്ടത്? നമുക്കറിയാം ലെറ്റ് വെച്ച് തുടങ്ങണം. ആർക്ക് അവിടെ ലെറ്റ് ഉണ്ട് നോക്കുക, ആ ലെറ്റ് വെച്ചാണ് നമ്മൾ തുടങ്ങേണ്ടത്. ആർക്കൊക്കെ അവിടെ ലെറ്റ് ഉണ്ട്? ഇവിടെ നോക്കൂ, ലെറ്റ് വരുന്നത് എവിടെയാ? അവിടെയൊക്കെ നമുക്ക് ടിക്കിടാം. ഇവിടെ ലെറ്റ് വെച്ചിട്ടാണ്, ഇവിടെ ലെറ്റ് വെച്ചിട്ടാണ്. ഇത് രണ്ടിലും ഒന്നേ റെഡിയാവുള്ളൂ. ലെറ്റ് കഴിഞ്ഞാൽ ഉടനെ എന്താ വേണ്ടത്? ഒബ്ജക്റ്റ്, ദ വിൻഡോ ആണ്. ഇവിടെ ദ വിൻഡോ ആണ്. ഇനി അത് കഴിഞ്ഞാൽ ഉടനെ എന്താ വേണ്ടത്? ലെറ്റ് കഴിഞ്ഞാൽ ഒബ്ജക്റ്റ് കഴിഞ്ഞാൽ ബി ഫോം കഴിഞ്ഞാൽ v3. ഇവിടെ എന്തില്ല? ഇവിടെ ബി ഉള്ളൂ, ഇവിടെ ബി ഇല്ല. അതുകൊണ്ട് ഇത് കറക്റ്റായി. ഇത്ര സിമ്പിളായി നമുക്ക് കിട്ടി. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ അടുത്തൊന്ന് ആക്റ്റീവിൽ നിന്ന് പാസീവിലേക്ക് ആക്കി മാറ്റാൻ പറഞ്ഞു എന്ന് വിചാരിച്ചോളൂ. അതോക്കെ, പാസീവിൽ നിന്ന് ആക്റ്റീവ് ആക്കി മാറ്റാൻ പറഞ്ഞാലോ? വി വേർ എൻചാൻറ്റഡ് ബൈ ഹിം. ഇവിടെ പാസീവിലെ ഫോം ഏതാ? വേർ പ്ലസ് v3. അതിന് ആക്റ്റീവിലെ ഫോം ഏതാ? v2 വരുമ്പോഴല്ലേ വാസ് ഓർ വേർ പ്ലസ് v3 വരുന്നത്. സോ ആക്റ്റീവ് സെന്റൻസിൽ v2 ഫോം മാത്രം മതി, വേറെ ആരും വേണ്ട വെർബിൻ്റെ ഒപ്പം. അപ്പൊ ഇവിടെ നോക്കൂ, എൻചാൻറ്റഡ് v2 ഫോം മാത്രമേ ഉള്ളൂ. ഇവിടെ നോക്കൂ, അതുകൊണ്ട് തന്നെ ശരി. ഇവിടെ നോക്കൂ, വാസ് എൻചാൻറ്റഡാ വേണ്ട, വെറും v2 ഫോം മതി, അതുകൊണ്ട് ഇത് പറ്റില്ല. ഈസ്റ്റ് എൻചാൻറ്റഡാ വേണ്ട, വെറും v2 ഫോമാ. ഹാസ് എൻചാൻറ്റഡ് വേണ്ട, വെറും v2 ഫോം മതി, അതുകൊണ്ട് എ ആണ് ഓപ്ഷൻ. ക്ലിയർ ആയല്ലോ? ഓക്കെ, താങ്ക് യു. അപ്പോൾ നമുക്ക് റെഗുലർ ക്ലാസ്സുകളുണ്ട്. നമ്മുടെ ആപ്പിൻ്റെയൊക്കെ ലിങ്ക് നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിൽ തന്നിട്ടുണ്ട്. റെഗുലർ ക്ലാസ്സുകളിലൊക്കെ ജോയിൻ ചെയ്യുന്നതിന് നിങ്ങൾ ആപ്പിലെ ലിങ്കിൽ ജോയിൻ ചെയ്യുക, ലിങ്ക് എടുക്കുക, അവിടെ തന്നെ നിങ്ങൾക്ക് പേ ചെയ്യാം. ഓക്കെ, 2 തരത്തിലുള്ള കോഴ്സുകളാണ് നമുക്കുള്ളത്. റെക്കോർഡഡ് ആൻഡ് ലൈവ് ക്ലാസ് കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. 1500 രൂപയാണ്. ഇപ്പോൾ ഈ ക്ലാസ് നടക്കുമ്പോൾ നിങ്ങൾക്ക് 1000 കിട്ടും. അടുത്ത് തന്നെ അത് 1500 മാറും. വിത്ത് മെൻറ്ററിങ് ഉണ്ട്. മറ്റേ സാധാരണ കോഴ്സിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരിക്കും, നമ്മുടെ ആപ്പ് ഉണ്ടായിരിക്കും, അതിൽ ബാച്ചുകൾ ഉണ്ടായിരിക്കും, ഇതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ മെൻറ്ററിങ്, കണ്ടിന്യൂസ് ആയിട്ടുള്ള മെൻറ്ററിങ്ങോട് കൂടിയിട്ടുള്ള കോഴ്സ് ഉണ്ട്. അതിന് നമ്മൾ 7000 രൂപയാണ് വാങ്ങുന്നത്. ഓക്കെ, 2 കോഴ്സിൻ്റെയും ലിങ്ക് ഉണ്ട്. കൂടുതൽ വിവരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ 8075963937 വാട്സപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ലിങ്കിൽ കയറി നിങ്ങൾക്ക് പേ ചെയ്യാം. അതെല്ലാം ഫ്രീ ക്ലാസ്സുകൾ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ നമ്മുടെ ടെലിഗ്രാം വാട്സപ്പ് ഗ്രൂപ്പുകളുടെ നമ്പർ തന്നിട്ടുണ്ട്. ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടു വെച്ചാൽ കമൻറ്റ് ചെയ്യണം, എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ചെയ്യണം. അതുകൂടാതെ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാം. അത് കൂടാതെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഗുണപ്രദമാകുമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങളുടെ കമൻറ്റും ലൈക്കും ഷെയറും തരുന്നതിനനുസരിച്ച് കൂടുതൽ ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യും. ഓക്കെ, താങ്ക് യു ആൾ. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം.